നല്ല ആക്ടറാണ്. എവിടെ പറയണേ? നല്ല ആക്ടറാണ്. എവിടെ? എന്താ ഈ പറയണേ? ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. നമ്മൾ ബിഗ് ബോസിൻ്റെ പരിപാടികളൊക്കെ കുറച്ച് നാളിന് മുമ്പേ തന്നെ വേണ്ടാന്ന് വെച്ച് മാറി നിൽക്കുകയായിരുന്നു. പക്ഷേ ഇതിപ്പം എന്നെ സ്ഥിരം എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന എൻ്റെ ഒരു വ്യൂവർ എനിക്ക് അയച്ചു തന്നിട്ട് ഇതൊന്ന് എന്താ പറയുക, യു മസ്റ്റ് റിയാക്ട് ടു ദിസ് സ്റ്റേറ്റ്മെൻറ്റ്, ദിസ് ഈസ് സോ ചീപ്പ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് അയച്ചു തന്ന സംഭവം. അപ്പോൾ എന്താണെന്നുള്ള കാര്യം ഇതാ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാം. ഇതിപ്പോൾ ഇന്ന് നടന്നതാണോ ഇന്നലെ നടന്നതാണോ എന്ന് എനിക്കറിയത്തില്ല, കാരണം ഞാനത് കണ്ടിട്ടേ ഇല്ല. പക്ഷേ ഇത് കേട്ട സമയത്ത് ഇത് ഇന്ന് നടന്നതാണെങ്കിൽ ഇന്നലെ നടന്നതാണെങ്കിൽ ഈ സീസൺ 7 നടത്തിയിട്ടുണ്ട്. അതിനകത്ത് വളരെ വൃത്തികെട്ട മ്ലേച്ഛമായ അങ്ങേയറ്റം തരം താഴ്ന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അത് അഡ്രസ്സ് ചെയ്യാതെ പോകുന്നത് ശരിയല്ല. പണ്ട് ഇതുപോലത്തെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു സംഭവം കണ്ടിട്ട് എനിക്ക് കരികളായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് വീഡിയോ ചെയ്യുന്നത്. പിന്നീട് എങ്ങനെയോ കുറേ നാളത് ചെയ്തു. ഇത് എന്താണെന്നുള്ള കാര്യം നിങ്ങളെ ഞാൻ കേൾപ്പിച്ചു തരാം, കാരണം പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും, നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ കേൾപ്പിച്ചു തരാം. അതായത് ജിസേൽ ചോദിക്കുന്നു, അനു നല്ല ആക്ടറാണോ? അപ്പം റന ഫാത്തിമ ഷീസ് നോട്ട് അറ്റ് ഓൾ ആൻ ആക്ടർ എന്ന് പറയുന്നു. അപ്പോൾ അത് മറ്റേ അക്ബറും നമ്മുടെ എന്താണ് അപ്പാന് ശരത്തൊക്കെ കൂടെ ഇരുന്നിട്ട് അതിനങ്ങോട്ട് ഈ പുള്ളിക്കാരത്തെ അങ്ങോട്ട് ടാർണിഷ് ചെയ്തുള്ള രീതിയിൽ വർത്തമാനം പറയുകയാണ്. ഓക്കെ, ഒരു കണ്ടസ്റ്റൻറ്റിന് മറ്റ് കണ്ടസ്റ്റൻറ്റിനെ കുറിച്ച് മോശമായിട്ടുള്ള പരാമർശങ്ങൾ അഥവാ ആ ഗെയിം ഷോയ്ക്ക് അകത്ത് നിൽക്കുന്ന സമയത്ത് പറയാം, പക്ഷേ അതിനൊരു മാന്യതയും ഒരു പരിധിയും ഒക്കെ വേണം. ഓക്കെ, അങ്ങ് ടാർണിഷ് ചെയ്യുന്ന രീതിയിലേക്ക് പറയുന്നതിനോട് യോജിക്കാൻ പറ്റത്തില്ല. ഒരു സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ല. ഒരു സിനിമയിൽ പോലും അഭിനയിക്കാത്തതാണ് അനുവിന് കൊടുത്തേക്കുന്നൊരു കുറവ്, അപ്പാന് ശരത്തിൻ്റെ കുറവ്. അപ്പാന് ശരത്തിന് ആകെ നമ്മൾ മലയാളികൾക്ക് അറിയുന്നത് ഒരു സിനിമയുടെ പേരിലാണ്. ആ സിനിമയുടെ പേര് എന്താണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യം, ഒരൊറ്റ സിനിമ. ആ അപ്പാന് ശരത്താണ് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ആ ഒരു സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടുള്ള അപ്പാന് ശരത്താണ് ഒരു സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ല എന്ന് പറഞ്ഞ അനുവിനെ കുറിച്ച് പറയുന്നത്. എന്തൊരു തരം താഴ്ന്ന സ്വയം പൊങ്ങിയാടോ താനൊക്കെ ഒരു വലിയ നടനാണെന്നൊക്കെ പറഞ്ഞ് നിൽക്കുവാണല്ലേ. ചുമ്മാ ആണോ സിനിമയ്ക്കകത്തൊന്നും ഇപ്പോൾ അവസരങ്ങളൊന്നും ഇല്ലാതെ മൂലയ്ക്കിരിക്കേണ്ടി വന്നത്? ഇതാണോ മനോഭാവം? ആൾക്കാരോട് പുച്ഛമാണല്ലേ. കല എന്ന് പറയുന്ന സംഭവത്തിൻ്റെ അകത്ത് ചെറിയ സ്ക്രീനോ വലിയ സ്ക്രീനോ, അപ്പോൾ പിന്നെ നിങ്ങൾ ഈ നാടകം അതുപോലെ തന്നെ നമ്മുടെ പലതരത്തിലുള്ള സ്റ്റേജ് ഷോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് താങ്കളൊക്കെ എന്തായിരിക്കും പറയുക? മണിച്ചേട്ടൻ വന്നത് എവിടെ നിന്ന്, ഇങ്ങനെ നമ്മുടെ ജയറാമേട്ടൻ വന്നത് എവിടെ നിന്ന്, ഇങ്ങനെ പല ആൾക്കാരുണ്ട്, അവരൊക്കെ പല രീതിയിലൊക്കെ വന്നവരാണ്. ഈവൻ നമ്മുടെ മമ്മൂക്ക വന്നത് എവിടെ നിന്ന്? അനശ്വരന്മാരായിട്ടുള്ള ആൾക്കാർ പലരും വന്നേക്കുന്നത് ചെറുതും വലുതുമായിട്ടുള്ള പല സംഭവങ്ങളിലൂടെ തന്നെയാണ്. എന്താ അനുവിന് 90 വയസ്സൊന്നും ആയിട്ടില്ലല്ലോ, അനുവിന് സിനിമയ്ക്കകത്ത് വന്നൂടെ? സീരിയൽ ആക്ട്രസ് ആരാ പറയുന്നത്? റന മോള് വന്ന സമയത്ത് എനിക്ക് നല്ല പ്രതീക്ഷയുള്ളൊരു കുട്ടിയായിരുന്നു. പക്ഷെ ഇന്നത്തെ കളി കണ്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് എന്തൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് കുട്ടി പറഞ്ഞേക്കുന്നത്. പലതും ചില സമയത്തൊക്കെ വിചാരിക്കും ഇതൊക്കെ എടുത്ത് പ്രതികരിക്കാതിരിക്കുന്നത് എങ്ങനെയാണ്. പക്ഷെ എന്തറിയാമോ, വേണ്ടെന്ന് വെച്ചിട്ട് തന്നെയാണ്. കാരണം ഇതിനകത്തുള്ള കുറേ എണ്ണത്തിനൊക്കെ അതിനകത്ത് കാട്ടിക്കൂട്ടുന്ന പരിപാടികൾ കണ്ടു കഴിഞ്ഞാൽ ഈ നമ്മൾ മുൻകാലങ്ങളിലൊക്കെ പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, ചെവരിൽ വലിച്ച് കീറിങ്ങനെ ഒട്ടിക്കുക എന്നുള്ള സംഭവം ഉണ്ടല്ലോ, ആ ഒരു തരത്തിൽ തോന്നിപ്പോകുന്ന കാര്യങ്ങളാണ്. പക്ഷേ അത് എന്നെക്കൊണ്ട് ഇനി ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും അതൊന്നും എന്താ പറയുക, അത് വിട്ടതാ. പക്ഷെ ഇതൊക്കെ എന്തുവാടേ? സ്റ്റാർ മാജിക്കിനെ കുറിച്ചായിരിക്കും പറയുന്നത്. അതിൽ ആക്ടറൊന്നുമല്ല, അതൊരു പ്ലെയറാണ്. അനു സ്റ്റാർ മാജിക്കിൻ്റെ ഒരു ഫെയിം ആയിട്ടുള്ള ആളാണ്. സ്റ്റാർ മാജിക്കിനോട് എനിക്ക് വലിയ താല്പര്യമുള്ള ആളുമല്ല ഞാൻ, സത്യമാണ്. ആ കുട്ടി സ്റ്റാർ മാജിക്കിലേക്ക് വന്നതിന് ശേഷം പിന്നെ ബിഗ് ബോസിലേക്ക് വരാൻ വേണ്ടിയിട്ട് പോകുന്നെന്നോ അതിനുശേഷം സിനിമയിലേക്ക് പോകുന്നെന്നുള്ള കാര്യമോ ഒന്നുമില്ല. അത് ചെറിയ ചെറിയ ഷോയിലൂടെ ചെറിയ ചെറിയ റോളുകളിലൂടെ ചെറിയ ചെറിയ സംഭവങ്ങളിലൂടെ സീരിയലിലേക്ക് എത്തിയതിനു ശേഷം വ്യക്തമായ എന്താണ് അതിനുള്ള സ്വാധീനം ചെലുത്തി അത് അതിൻ്റെതായിട്ടുള്ള അടിത്തറവായി ഇട്ടിട്ടുണ്ട്. ആ സ്വന്തം കഴിവ് കൊണ്ടാ. എന്താ സംശയം? സ്വന്തം കഴിവ് കൊണ്ടാ. ഇരുപത്തഞ്ച് സിനിമ അഭിനയിച്ചിട്ടുണ്ട്. അങ്കമാലി ഡയറീസ് എന്നുള്ള സിനിമയ്ക്കകത്ത് കണ്ട ആ ഒരു ക്യാരക്ടർ ലിജോ ജോസ് പെല്ലിശ്ശേരി എന്നുള്ള വ്യക്തി കാസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ
അപ്പാനി ശരത്ത് ഒരു 100 സിനിമ അഭിനയിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ പോലും ഇന്ന് മലയാളികൾക്ക് അറിയാനുള്ള സാധ്യത വളരെ കുറവാണ് സഹോ. താങ്കളുടെ PR കൂട്ടവും വെട്ടുകിളിക്കൂട്ടവും വന്ന് കിടന്ന് ചിലച്ചിരുന്നാലും മത്തായിക്ക് എന്താ പറയുക, എന്തൊക്കെയാണ് ഈ കാണുന്നത്? ഇതൊക്കെയാണോ ഈ അയൽക്കൂട്ടം നുണക്കൂട്ടമായിട്ട് നിൽക്കുന്നത്? അയൽക്കൂട്ടം അവരെ മോശം, അങ്ങനെ പറയുന്നത് തെറ്റാണ് കേട്ടോ. ഞാൻ പിൻവലിക്കുന്നു. അയൽക്കൂട്ടം എന്നൊക്കെ പറയുന്നത് വളരെയധികം സ്ത്രീകൾ കഷ്ടപ്പെട്ട് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അവർ കഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതെന്തോട്ടല്ലോ ഇതിനെ പരദൂഷണക്കൂട്ടം, അതാണിത്. ഈ അപ്പാനി ശരത്തിൻ്റെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഈ ഹോളിവുഡ് സിനിമകളൊക്കെ അറിയുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ കണ്ടിട്ടില്ല, കാരണം അദ്ദേഹത്തിൻ്റെ മറ്റ് സിനിമകളെക്കുറിച്ച് എനിക്ക് അറിവ് പോലുമില്ല. ആകെ പറയുന്ന അങ്കമാലി ഡയറീസിനെ കുറിച്ച് അറിയാം. അവളുടെ ഇവിടുത്തെ അഭിനയം കണ്ടിട്ടാണ് നടീന്ന് വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞാണ് അണ്ണൻ്റെ ഗുണവധികാരം. ഇത്രയെങ്കിലും പറഞ്ഞില്ലേ പിന്നെ എനിക്ക് എൻ്റെ നാക്ക് ചൊറിഞ്ഞ് വരിക, അതുകൊണ്ടാണ്, ക്ഷമിക്കണം, വേറൊന്നുമില്ല. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ആ കമൻറ്റ് ബോക്സ് മാത്രം നോക്കാം. മറ്റേ വീഡിയോ പ്ലേ ചെയ്താലേ പ്രശ്നം വരുന്നത്. കേരള ടെലിവിഷൻ സ്റ്റേറ്റ് അവാർഡ് സെക്കൻഡ് ബെസ്റ്റ് ആക്ട്രസ് 2024 വിന്നർ അനുമോൾ. ടെലിവിഷൻ സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് അനുമോൾ. അതായത് അംഗീകരിക്കപ്പെട്ട, കേരള ഗവൺമെൻറ് അംഗീകരിക്കപ്പെട്ടൊരു അഭിനേത്രിയാണ്. അങ്കമാലി ഡയറീസ് മാത്രമേ ഇവൻ്റെ കണ്ടിട്ടുള്ളൂ. സത്യമായിട്ടുള്ള കാര്യം, ഞാനും വേറെ സിനിമയെക്കുറിച്ച് അറിയത്തില്ല. 25 സിനിമയിൽ അഭിനയിച്ച അപ്പിമോൻ ഒന്ന് പോടാ ആൾക്കാർ വിളിക്കുന്നു. ഈ പറയുന്ന രണ ഫാത്തിമ എല്ലാം തികഞ്ഞ ആളാണോ? ഈ രണ ഫാത്തിമയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഇടയ്ക്കോട് കണ്ടിരുന്നു. എന്താണ് അച്ഛൻ്റെ സംഭവം, ഫേസ്ബുക്കിനകത്തൊരു പോസ്റ്റ് കണ്ടതാണ്. അച്ഛനെ എടാ പോടാന്ന് വിളിക്കുമെന്നോ അങ്ങനെ എന്തോ ചോദിച്ചപ്പോഴേക്കും അച്ഛൻ്റെ എന്തോ ഒരു പ്രിയമാരെ പറഞ്ഞ അച്ഛൻ എടാന്നൊക്കെ വിളിക്കും എന്നുള്ള രീതിയിലാണ്. അങ്ങനെ അച്ഛൻ തിരിച്ചിങ്ങോട്ട് വിളിച്ചാൽ ഞാൻ അങ്ങോട്ട് വിളിക്കുമെന്ന് അങ്ങനെ എന്തൊക്കെ പറയുന്നു. പിന്നെ പുള്ളിക്കാരത്തിലെ പലതരത്തിലുള്ള റോങ് സ്റ്റേറ്റ്മെൻറ്റ്, പട്ടിയായിട്ട് ഭൂമിക്ക് അപ്പം മുഖം പട്ടിയെപ്പോലെ ഇരിക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നത് ഇതൊക്കെ എങ്ങനെ കഴിയുന്നടേ? ഇതൊക്കെ എങ്ങനെ കഴിയുന്നു? ഇനി ഇതൊക്കെ മാസമാണോ? ഇതിനൊക്കെ ക്ലാസ്സാക്കി വാഴ്ത്തുന്ന ആൾക്കാരുണ്ടോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. നമ്മൾ കുറേ നാളായി, 2 ആഴ്ച കൂടുതലായി ഇത് കണ്ടിട്ട്. പ്ലാസ്റ്റിക് ഫേസ് വെച്ച് ഇവൾ മോഡലിംഗ് ചെയ്യുന്നത് എന്നിട്ട് അനുമോളെ പറയുന്നത് പ്ലാസ്റ്റിക് ഫേസ് വെച്ച് ഇവൾ മോഡലിംഗ് ചെയ്യുന്നു. സോ അതൊക്കെ വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ അതിനെയൊന്നും ക്രിട്ടിസൈസ് ചെയ്യുന്ന കാര്യം വെച്ചാൽ കോണ്ടെക്സ്റ്റിലായിരിക്കണം എന്നുള്ളതാണ്. അല്ലാതെ അവരുടെ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ഫേസ് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ വ്യക്തിപരമായ താല്പര്യമാണ്. അത് അവരുടെ ബോഡി, അവരുടെ ചോയ്സ്, അവരുടെ റൈറ്റാണ്, അവരുടെ ഇഷ്ടമാണ്, അവരുടെ ഫ്രീഡമാണ്. നമ്മൾ അതിലേക്ക് കൈകടത്തുന്നതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. മറിച്ച് അവർ ഈ പറഞ്ഞേക്കുന്ന കോണ്ടെക്സ്റ്റിനകത്ത് അവർ ശരിക്കും ഒന്നും പറയുന്നുകൂടിയില്ല. പറയുന്നത് ആരാ? അവർ ബോംബെയിൽ നിന്ന് ഇവിടെ വന്നവരാ, അവർക്ക് അനുമോളെക്കുറിച്ച് വലിയ അറിവില്ല, അത് ചോദിക്കുന്നു. പക്ഷെ പറയുന്നത് ആരാ? ഇവിടുത്തെ മഹാനടനായിട്ട് നിൽക്കുന്ന നമ്മുടെ ലാലേട്ടനെക്കാട്ടിലും മമ്മൂക്കയെക്കാട്ടിലും സത്യൻ സാറിനെക്കാട്ടിലും പ്രേം നസീർ സാറിനെക്കാട്ടിലും ഒക്കെ ഏറ്റവും വളരെ മഹാരഥനായിട്ട് നിൽക്കുന്ന മലയാള സിനിമയുടെ ഏറ്റവും വലിയ തലതൊട്ടപ്പനായിട്ട് നിൽക്കുന്ന കുലപതിയായി നിൽക്കുന്ന അപ്പാനി ശരത്താണ് ഇതൊക്കെ പറയുന്നത്. അപ്പാനി ശരത്തും കൂടെ ഏറ്റവും യുവതലമുറയിൽ പെട്ടിട്ടുള്ള 2K കിഡിൻ്റെ അകത്ത് വരുന്ന നമ്മുടെ രണ ഫാത്തിമ അതിനകത്ത് പറയുന്നുണ്ട്. അക്ബർ ഖാൻ, ഒരു കലാകാരനും കൂടെയുള്ള അക്ബർ ഖാൻ പറയുന്നുണ്ട് ഇവരൊരു സിനിമ വെലുവിളൊക്കെ പൊട്ടിക്കുന്ന ഒരു ഷോയാണ്. ഈ അക്ബർ ഖാൻ സിനിമയിലൊക്കെ പാട്ടുപാടി ദാസേട്ടൻ്റെ കാട്ടിലൊക്കെ വലിയ ആളൊക്കെ ആയിട്ട് മാറിയ ഒരാളാണോ? എനിക്കറിയില്ല കേട്ടോ, ഒന്ന് പറഞ്ഞു തരണം പ്ലീസ്, സീരിയസ്ലി. നല്ല ആക്ടറാണ്. എവിടെ പറയണേ? നല്ല ആക്ടറാണ് എവിടെ? എന്താ ഈ പറയണേ? നല്ല ആക്ടറല്ല, ആക്ട്രസ് അല്ലാത്തതുകൊണ്ടാണ് ആ പുള്ളിക്കാരത്തേക്ക് അവിടെ ഇത്രയും ഒരു സീരിയലൊക്കെ കൂടെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് പറ്റിയത്. 25 അനുമോൾ എന്തോ ആയിക്കോട്ടെ, ബട്ട് ഒരാളുടെ പ്രൊഫഷനെ കുറിച്ച് പറയാം, ഇവർക്ക് ഒരു പറയാൻ ഒരു റൈറ്റ് ഇല്ല, ഇത് എന്തായാലും ചോദ്യം ചെയ്യണം എന്ന് ആൾക്കാർ പറയുന്നു. ഇന്ന് തന്നെയാണോ 3 hours 12 hours? ഓക്കെ, ഇന്നലെ തന്നെയാണോ? അപ്പാനി ഒരു അൽപ്പാനി തന്നെ. ഓക്കെ തന്നെ 25 മൂവീസ് ആക്ട് ചെയ്ത അപ്പാനി സാർ ഇത് ഏത് അവാർഡാണ് വാങ്ങിച്ചത്? ഓസ്കാർ കിട്ടിയാണോ? ആൾക്കാരെല്ലാവരും ഇതൊക്കെ പറയുന്നതിനകത്ത് സ്റ്റാർ മാജിക് ബെസ്റ്റ് ആക്ടർ അനുമോൾ എന്നൊക്കെ പറയുന്നു. എന്തായാലും അത് വളരെ മോശമായിപ്പോടെ, ഇതൊന്ന് പറയാം, എങ്ങനെയൊക്കെ പറയുന്നു. ഇത് ഇന്ന് നടന്നതാണെങ്കിൽ ഇന്നലെ നടന്നതാണെങ്കിലും ഈ സീസണിൻ്റെ അകത്ത് ഇത്രയും ദിവസത്തിന് ഇടയ്ക്ക് നടന്നതാണെങ്കിലും എപ്പോൾ നടന്നിട്ടുള്ളതാണെങ്കിലും കണ്ടവർ പറയും ഇത് എപ്പോൾ നടന്നിട്ടുള്ളതാണ്. എനിക്കിത് അയച്ചു കിട്ടിയപ്പോൾ മാത്രം കണ്ടപ്പോൾ സത്യം പറഞ്ഞ് ചൊറിഞ്ഞു വന്നു. ഇങ്ങനെയൊക്കെയാണോ ഒരു അകത്ത് നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിനകത്ത് അവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാം. പക്ഷേ ഇവിടെ സംസാരിക്കുന്ന ഒരു പ്രൊഫഷനെ കളിയാക്കിക്കൊണ്ടും അത് ഞാൻ നിൽക്കുന്നതിൻ്റെ അത്രയൊന്നും ഉള്ള എന്ന് വെച്ചാൽ വെറും ലോ ലെവൽ എന്നുള്ള രീതിയിലേക്ക് പണ്ടൊരാൾ ബിഗ് ബോസ് ഹൗസിനകത്ത് പറഞ്ഞ് ഞാനൊക്കെ ഏത് ക്ലാസ് എന്നറിയോ എന്ന് ചോദിച്ച ഓർമ്മയുണ്ടല്ലേ, നമ്മളൊക്കെ വേറെ ക്ലാസ്സാണ് എന്ന് പറഞ്ഞറിയാമല്ലോ. ആൾക്കാരുടെ ക്ലാസ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു കാറ്റഗറൈസ് ചെയ്ത് പറഞ്ഞു. സോ
ഇതൊക്കെ ജനങ്ങൾ കാണുന്നതല്ലേ, നിങ്ങൾ ബി പ്രഷറെ കാണുന്നതല്ലേ. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ അവിടെ എങ്ങനെ നിലയുറപ്പിച്ച് നിൽക്കുന്നു എന്നുള്ള കാര്യമാണ് ചിന്തിക്കേണ്ടത്. കളിക്കുന്നവർ കളിക്കട്ടെ. ആദില നൂറ കഴിഞ്ഞ ദിവസം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള കാര്യമാണ്. നെവിൻ ഇതിൻ്റെ നമ്മുടെ എന്താണ് അതിൻ്റെ കുറേ ക്ലിപ്പുകൾ ഇറങ്ങി, അതിനകത്ത് കണ്ടതാണ്. ആദില നൂറ സ്ട്രോങ് ആയിട്ട് നിന്നു. അതിനകത്ത് എന്തോ പുള്ളിക്കാരൻ പറയുന്നത് ആ ക്ലിപ്പിനകത്ത് കണ്ടൊരു കാര്യമാണ്, നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റി റെപ്രസെൻറ്റേറ്റ് ചെയ്ത് എന്തെങ്കിലും വർത്തമാനം പറയുന്നുണ്ടോ, പറഞ്ഞോ, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു, ബിഗ് ബോസ് ചോദിക്കുന്നു, ഉറച്ചു നിൽക്കുന്നു, ഇറങ്ങിപ്പോക്കോ എന്ന് പറയുന്നു. തിരിച്ച് വരുന്നു വന്നു എന്നൊക്കെ പറയുന്നു. എനിവേ എന്താണെങ്കിലും അതാണ് ഗെയിം. അകത്ത് നിൽക്കുന്ന ആൾക്കാരെ മാനസികമായിട്ട് തകർത്ത് തളർത്തി അവിടെ നിന്ന് ഇറക്കി വിടണം. അവിടെ എന്നിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കണം. എന്തുണ്ടെങ്കിലും കൂടെ നിൽക്കുമെന്ന് അനുവിനോട് പറയുന്നുണ്ട്. ഞാൻ എന്തൊക്കെ അനുഭവിക്കണമെന്നൊക്കെ അനു ചോദിക്കുന്നു. അതിൻ്റെ കൂടെ നിൽക്കും എന്നൊക്കെ ആദിലയും നൂറയൊക്കെ പറഞ്ഞു. ആദിലയും നൂറയും കളിച്ച കളിയാണ്, അതാണ് ഗെയിം. ഇതിനകത്ത് ഇത്രയും ഗെയിം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനകത്ത് ഇത് കണ്ടപ്പോഴാണ്. വളരെ മാസ്റ്റർ മൈൻഡ് ആയിട്ടുള്ള ഗെയിമേഴ്സാണ് ആദിലയും നൂറയെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അനീഷിൻ്റെ ഗെയിം കുറച്ച് ദിവസം മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു, അപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നീട് എന്തെങ്കിലും സംഭവിച്ചൊന്നും അറിയത്തില്ല. പിന്നെ ഈയിടെയായിട്ടുള്ള ഈ ആര്യൻ്റെയൊക്കെ പല സംഭവങ്ങൾ കണ്ടപ്പോഴൊക്കെ ചില ക്ലിപ്പുകൾ കണ്ടാൽ തന്നെ കാണുമ്പോൾ തന്നെ അത് എടുത്ത് മാറ്റിക്കളയും. പിന്നെ ഓക്കെ, ബാക്കിയൊക്കെ ഷാനവാസൊക്കെ കയറി വരുവാൻ തോന്നുന്നു. അതൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന പലതരത്തിലുള്ള ഇതിലുള്ള സീസൺ കണ്ടതിൻ്റെ പല കാര്യങ്ങളുടെയും മറ്റൊരു വ്യക്തിയായിട്ട് ഷാനവാസൊക്കെ വരുന്നു എന്ന് മനസ്സിലാവുന്നുണ്ട്. വരും എന്തായാലും. ബിഗ് ബോസിനെ കണക്ട് ചെയ്ത് നോക്കുമ്പോഴേക്ക് ഷാനവാസ് കയറി വരും. ഓക്കെ, ഗെയിമേഴ്സ് എന്നുള്ള ലെവലിൽ കുറച്ച് പേരൊക്കെ കൊള്ളാം, നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. പിന്നെ ചില എവിക്ഷനൊക്കെ എന്ന് വെച്ചാൽ ഇതായിപ്പോയോ, നേരത്തെ ആയിപ്പോയോ എന്ന് തോന്നിപ്പോയി. എനിവേ ബാക്കി കാത്തിരുന്ന് കണ്ടു തന്നെ അറിയണം. നല്ലൊരു ലെവലിലേക്ക് ഗെയിം മാറിക്കൊണ്ടിരിക്കുന്നു. സോ ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് എന്നോട് ചോദിച്ചതിന് ഞാനൊരു ഒപ്പീനിയൻ പറഞ്ഞതാണ്. നിങ്ങൾക്കിത് കണ്ടിട്ട് എന്താണ് തോന്നിയിട്ടുള്ളത്? ഇപ്പോഴത്തെ ഗെയിമേഴ്സിൽ ഏറ്റവും നല്ല ഗെയിമേഴ്സ് ലെവലിൽ നിൽക്കുന്ന ആരായിട്ടാണ് തോന്നിയത്? അനുമോളൊക്കെ പെർഫെക്റ്റായിട്ട് നന്നായിട്ട് കളിക്കുന്നുണ്ട്. നന്നായിട്ട് കളിക്കട്ടെ. അനുമോളൊക്കെ കുറേ ട്രോളുകളൊക്കെ ഉണ്ടായിരുന്നു, കരഞ്ഞ് സീരിയൽ കളിക്കുവാണെന്ന്. എടേ അതും ഗെയിമാടേ, അത് ഗെയിമെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തതെന്താ, അതും ഗെയിം തന്നെയാണ്. പിന്നെ രേണുസുധിയുടെ കാര്യം എന്നും അധികം കേൾക്കാറില്ല. അവരൊക്കെ BBക്കകത്ത് കയറിയിട്ട് എത്ര കാണിക്കുമെന്ന് നമുക്കൊക്കെ നന്നായിട്ടറിയാം. ഒന്നും നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഗെയിമിലേക്ക് വരുമോ, ഇനി കൂടുതൽ ഗെയിമിലേക്ക് വരുന്ന സമയത്ത് രേണു അവിടെ നിന്ന് പുറത്തേക്ക് പോകും, ഒരു സംശയം വേണ്ട. പിന്നെ ബാക്കിയുള്ള ഗെയിമേഴ്സ് കയറി വരട്ടെ, നല്ല കളിക്കുന്നവർ കയറി വരട്ടെ, അത്ര തന്നെ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കൊടുത്ത് അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നൊരു ഗൈസ്. ബൈ.